ഹലോ എവരിബഡി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡെൻ്റൽ മെറ്റീരിയൽസിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഡക്റ്റിലിറ്റി ആൻഡ് മാലിബിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു മെറ്റീരിയലിനെ വലിച്ച് നീട്ടണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്, ഒരു എബിലിറ്റിയാണ്. ഇത് നമ്മളെ ഒരു മെറ്റീരിയലിനെ വലിച്ചു നീട്ടാൻ വേണ്ടി സഹായിക്കും, ഈ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സസ്റ്റെയിൻ ലാർജ് പെർമനൻറ്റ് ഡിഫോർമേഷൻ അണ്ടർ ടെൻസൈൽ ലോഡ് അപ് ടു എ പോയിന്റ് ഓഫ് ഫ്രാക്ചർ. ഒരു മെറ്റീരിയലിനെ പൊട്ടിപ്പോകാതെ വലിച്ചു നീട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എബിലിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡാണ്. ഇവിടെ നമ്മൾ ഓർഡർ പറയുന്നത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എന്ന രീതിയിലാണ്. ഇനി നമ്മൾ ഡക്റ്റിലിറ്റിനെ അളക്കുന്ന, മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ 3 മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ. ഒരു മെറ്റീരിയലിനെ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ അത് എത്രത്തോളം നീളം കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ ആ ഒരു പെർസെൻറ്റേജിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ഏരിയയാണ്. നമ്മളൊരു സാധനത്തിനെ വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ ഏരിയ എത്രത്തോളം കുറഞ്ഞു, അതിൻ്റെ വണ്ണം എത്രത്തോളം കുറഞ്ഞു എന്നതാണ് രണ്ടാമത്തെ കാര്യം, റിഡക്ഷൻ ഇൻ ഏരിയ. മൂന്നാമത്തത് കോൾഡ് ബെൻഡ് ടെസ്റ്റാണ്. നമ്മളൊരു തണുത്ത അവസ്ഥയിൽ നമുക്ക് അതിന് എത്ര തവണ അടിക്കാതെ മടക്കാം എന്നതാണ് മൂന്നാമത്തെ കോൾഡ് ബെൻഡ് ടെസ്റ്റിൽ പറയുന്നത്. മെയിൻലി ഒരു മെറ്റീരിയലിനെ പൊട്ടിപ്പോകാതെ നമുക്കത് എത്രത്തോളം ഒരു ടെൻസൈൽ ലോഡിൽ നമുക്ക് ആ ഒരു മെറ്റീരിയൽ എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റും എന്ന ഒരു എബിലിറ്റിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഡക്റ്റിലിറ്റി. അടുത്ത കാര്യം നമ്മൾ പറയുന്നതാണ് നമ്മുടെ മാലിബിലിറ്റി. ഈ മാലിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സാധനത്തിനെ നമുക്ക് അടിച്ച് പരത്തി ചെറിയ ചെറിയ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി നമ്മൾ പറയുന്ന പേരാണ് ഈ മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സസ്റ്റെയിൻ പെർമനൻറ്റ് ഡിഫോർമേഷൻ വിത്തൗട്ട് റപ്ചർ അണ്ടർ കംപ്രഷൻ ഡ്യൂറിങ് ഹാമറിങ് ഓർ റോളിംഗ് ഇൻ ടു ഷീറ്റ്. ഇതിൽ ഓർഡർ വരുന്നത് നമ്മുടെ ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ എന്നതാണ്. അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഒരു സാധനത്തിനെ വലിച്ച് നീട്ടാൻ പറ്റുന്ന ഒരു ഇതിനെ പറയുന്ന പേരാണ് നമ്മുടെ ഡക്റ്റിലിറ്റി. നമ്മൾ ഗോൾഡാണ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗോൾഡിന് ചെയിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ നാരുകളിലൊക്കെ ചെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഡക്റ്റിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കാരണമാണ്. മാലിബിലിറ്റി എന്ന് പറയുന്നത് ഇതിനെ ചെറിയ ചെറിയ തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റുന്നു ബൈ നമ്മൾ ഹാമറിങ്ങോ റോളിങ്ങോ വഴി നമുക്കതിനെ തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റീനെ പറഞ്ഞ പേരാണ് മാലിബിലിറ്റി.